കോഴിക്കോട് മാങ്കാവിൽ സ്വകാര്യ ബസ് മനഃപൂർവ്വം പിക്കപ്പിലിടിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ബസ് ഇടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതോടെയാണ് നടപടി. ഫറോക്ക് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് അന്വേഷണ ചുമതല. ബസ് ഉടമയുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടു. ബസ് ഡ്രൈവർ ഉടൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. രണ്ട് ദിവസം മുൻപാണ് കൊണ്ടോട്ടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്രക്കാരുമായി എത്തിയ ബസ് മനഃപൂർവ്വം പിക്കപ്പ് വാഹനത്തിലിടിപ്പിച്ചത്. ബസ് തെറ്റായ ദിശയിൽ വന്നത് ചോദ്യം ചെയ്തതിലെ തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. ബസ് ഇടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക സംഘം സംഭവം അന്വേഷിക്കാനായി നിർദ്ദേശം നൽകി. ബസ് ഉടമയുമായി അന്വേഷണ സംഘം ബന്ധപ്പെടുകയും ബസ് ഡ്രൈവർ ഉടൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഡ്രൈവറെ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈലിൽ ലഭ്യമായില്ല. ഡ്രൈവർ ഹാജരായതിനു ശേഷമാവും തുടർ നടപടികൾ സ്വീകരിക്കുക. ബസ് ഓടിച്ചയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത. പിക്കപ്പ് വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കൾ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.